കോഴിക്കോട് വളയത്തും നാദാപുരത്തും തെരുവുനായ ആക്രമണം. 2 കുട്ടികൾക്കും ഒരു സ്ത്രീക്കും തെരുവുനായയുടെ കടിയേറ്റു. UKG വിദ്യാർത്ഥിയായ ഐസം ഹസ്, മുഹമ്മദ് അദ്നാൻ എന്നിവർക്കാണ് കടിയേറ്റത്. സമീപവാസിയായ ഒരു സ്ത്രീയെയും തെരുവുനായ കടിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ദിൽഷ തിലകൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ദിൽഷ, ഇന്ന് രാവിലെ മലപ്പുറത്ത് നിന്നും സമാനമായി കുട്ടിയെ തെരുവുനായ ആക്രമിക്കുന്നതുകൊണ്ട് കോഴിക്കോടും വിവിധയിടങ്ങളിൽ തെരുവുനായ ആക്രമണം. തീർച്ചയായിട്ടും രുചീഷ്, തെരുവുനായുടെ ആക്രമണം സംസ്ഥാനത്ത് പലയിടങ്ങളിലായിട്ട് വ്യാപകമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നിപ്പോൾ കോഴിക്കോട് 2 ഇടങ്ങളിലാണ് വൈകിട്ടോട് കൂടി ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് നാദാപുരത്തും അതുപോലെ തന്നെ കോഴിക്കോട് വളയത്തും 2 കുട്ടികൾക്കും ഒരു സ്ത്രീക്കുമാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. നാദാപുരത്തുള്ള UKG വിദ്യാർത്ഥിയായിട്ടുള്ള പൊറ്റോത്തുങ്കൽ ഐംസ് ഹസ്, അതുപോലെ തന്നെ 5 വയസ്സുള്ള കുട്ടിയാണ്. അതുപോലെ തന്നെ പിലാത്തോട്ടത്തിൽ മുഹമ്മദ് അദ്നാൻ, ഈ 2 കുട്ടികൾക്കും അതിഗുരുതരമായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിലൊരു കുട്ടി സ്കൂൾ വിട്ട് വരുന്നതിനിടെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. മറ്റൊരു കുട്ടി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും വീട്ടുകാർ ബഹളം വെച്ചതോടെ നായ ഓടുകയുമായിരുന്നു. ഈ ഓടുന്ന വഴിക്ക് തന്നെ മറ്റൊരു സ്ത്രീയെയും കടിച്ചിട്ടാണ് തെരുവുനായ ഓടുന്നത്. പ്രദേശത്ത് വ്യാപകമായിട്ട് തെരുവുനായുടെ ആക്രമണം ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു ഭീതി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ നായയെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. 3 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഈ 5 വയസ്സുകാരനായ കുട്ടിയുടെ മുഖത്തും ശരീരത്തിലുമെല്ലാം തന്നെ ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെയൊക്കെ ആദ്യം നാദാപുരം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വടകര ജില്ലാ ആശുപത്രിയിലും മറ്റുമായിട്ട് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ഗുരുതരമായിട്ട് പരിക്കേറ്റ കുട്ടിയെ ഇപ്പോൾ അല്പസമയം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു ഭീതി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ നിരവധി നാട്ടുകാർക്ക് പരിക്കേറ്റിട്ടുള്ള അപ്പോഴൊക്കെ അധികൃതരുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നിട്ടുള്ളതാണ്. എന്നിട്ട് പോലും പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് കോഴിക്കോടാണ് 2 ഇടങ്ങളിലായി നാട്ടുകാരെ തെരുവുനായ ആക്രമിച്ചത്. അതിൽ ചില കുട്ടികൾ കൂടി ഉൾപ്പെട്ടു എന്നതാണ് ഖേദകരമായ കാര്യം. തെരുവുനായ ആക്രമണത്തിന് ഒരു പരിഹാരവും ഉണ്ടാക്കാനും സാധിക്കുന്നില്ല.